നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീല പിള്ളെ. നമസ്തേ നമ്മുടെ രാജേഷ്. NSSനെതിരെ സുകുമാരൻ നായർക്കെതിരെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ നടൻ അനൂപ് ചന്ദ്രൻ ചങ്ങനാശ്ശേരിയുടെ മാർപ്പാപ്പ എന്നും എന്നെ വിറ്റളിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ചു. ഈ ഒരൊറ്റ പരാമർശം കൊണ്ട് തന്നെ അനൂപിന്റെ കുടുംബം അനൂപ് ചന്ദ്രനെതിരെ സുകുമാരൻ നായർക്ക് അനുകൂലമായി ഇപ്പൊ രംഗത്ത് തിരിക്കുകയാണ്. അനൂപിന്റെ സഹോദരന്റെ ഭാര്യ അവർ NSS സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇതിന്റെ പേരിൽ അനൂപ് ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ നിന്നും മറ്റൊരു ദൂരെയുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന ആ പാവം അധ്യാപികയുടെ പരാതി. അവർ NSS ജനറൽ സെക്രട്ടറിയെ നേരിട്ട് പോയി കണ്ട് ഞങ്ങൾ അനൂപിന്റെ നിലപാടിൽ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ തുടക്കം അതോടെ ഇരിക്കട്ടെ, അവർ അനൂപിനെ തള്ളി പറഞ്ഞു. ഇതിനൊക്കെ തുടക്കം പത്തനാപുരത്ത് തോറ്റ പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ ഫണ്ട് ഇടപാടിൽ അട്ടിമറി കാണിച്ച പണം തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്ന KB ഗണേഷ് കുമാർ തോറ്റുപോയതോടെയാണ് ഈ വിഷയമൊക്കെ ആയത്. തോക്കുന്നതിന് മുമ്പ് തന്നെ ഗണേഷ് കുമാറിനെ NSSന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്നൊക്കെ നീക്കം ചെയ്തിരുന്നു അല്ലെ. ഇപ്പോൾ ഗണേഷ് കുമാർ ഒരു രാഷ്ട്രീയപരമായ ഒരു വലിയ നീക്കം സുകുമാരൻ നായരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, സംഘടനാപരമായി അധിക്ഷേപിച്ചുകൊണ്ട് സമുദായത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് താറടിച്ചൊക്കെ കാണിക്കാൻ ഒരു ശ്രമം. ഗണേശിന് വ്യക്തമായ ലക്ഷ്യമുണ്ടല്ലേ. ഗണേശ് എങ്ങോട്ടോ ഉള്ളൊരു യാത്രയ്ക്ക് പെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഗണേഷിന് ഈ കാര്യത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഒന്നാമത് ഗണേഷ് NSSനോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഗണേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ പിതാവ് പറഞ്ഞു ജീവിതകാലം മുഴുവൻ NSS ജനറൽ സെക്രട്ടറിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരാളാണ്. പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വൈരാഗ്യം, പത്തനാപുരത്തെ തോൽവി, ഇതൊക്കെ വലിയ രീതിയിൽ ഗണേഷിനെ അഫക്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഇപ്പോ വ്യക്തവും കൃത്യവുമായി ഗണേഷിന്റെ നീക്കം വലതു പാളയത്തിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോ ഗണേശൻ യഥാർത്ഥത്തിൽ ഈ സുകുമാരൻ നായരും LDFുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നേരത്തെ സർക്കാരിന്റെ ഭാഗമായിരുന്നപ്പോഴും ഇപ്പോഴും LDF ഈ സുകുമാരൻ നായരോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സുകുമാരൻ നായർ ഈ LDFനോടൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്ന ഒരാൾ തന്നെയാണ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. സമദൂരവും ശരിദൂരവും ഒക്കെ പറയുന്നെങ്കിലും എപ്പോഴും സമദൂരവും ശരിദൂരവും ഒക്കെ ഇടതിലേക്കായിരുന്നു 90% നമുക്കറിയുന്ന കാര്യവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ഇപ്പോഴും LDF ഈ പറയപ്പെടുന്ന LDFിലെ ഘടകകക്ഷികളും എല്ലാവരും അതിൽ KB ഗണേഷ് കുമാർ മാത്രമാണ് ഇപ്പോൾ പ്രതിരോധമുയർത്തുന്നത്. ഗണേഷ് കുമാർ മറ്റൊരു പുതിയ നീക്കത്തിനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പത്തനാപുരത്ത് നിന്ന് ഗണേഷ് കുമാർ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഗണേഷ് കുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരെ എന്തെങ്കിലുമൊക്കെ പറയുകയും വലതു പാളയത്തിലേക്ക് ചാടി VD സതീശനോടൊപ്പം നിലനിൽക്കുക എന്നുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോ ഇനിയും കൊട്ടാരക്കരയാണ് ആകെ ഏതെങ്കിലും ഒരു സാധ്യത ഗണേശനുണ്ടെങ്കിൽ ആ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. പത്തനാപുരത്ത് ഇനി ജയിക്കില്ല എന്ന് ഗണേശന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കെ പത്തനാപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരാനുള്ള ദൂരം, അവിടേക്ക് കയറാനും അവിടെ നിന്ന് UDFിലേക്ക് മാറാനുമുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഗണേശനെ ഒരു തരത്തിലും LDF ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. CPMO ഏതെങ്കിലും സംഘടനകളോ LDFിലുള്ള ഏതെങ്കിലും സംഘടനകളോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മാത്രമല്ല CPMന് കടുത്ത വിരോധവുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായരെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്നതിൽ കടുത്ത വിമർശനവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ വലതു പാളയത്തിലേക്ക് പോകാനുള്ള നീക്കമാണ് ഗണേശൻ നടത്തുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഗണേശൻ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, NSSനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി, എല്ലാവരെയും ബഹളം വെച്ചപ്പോ സുരേഷ് ഗോപി അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സുകുമാരൻ നായരോടൊപ്പം നിലയുറച്ചിരുന്ന ആളാണ്. അതിനുശേഷം സുകുമാരൻ നായരോട് തെറ്റിയപ്പോൾ സുകുമാരൻ നായരെ ഇതൊന്നും പറയരുതെന്നോ ഈ സുകുമാരൻ നായരെ NSSന്റെ ആസ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ട് പടിയടച്ച് പിണ്ഡം വെക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത്രയേറെ കാര്യങ്ങൾ, ദ്രോഹങ്ങൾ ആ NSSന് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളും അല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലില്ല എന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം കോളേജിന്റെ പലപ്പോഴും ഇപ്പോൾ മാത്രമല്ല നേരത്തെയും കോളേജിന്റെ HOD ആക്കുന്നതും അങ്ങനെയുള്ളവരെ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പോലും NSSന് അത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില ആൾക്കാരെയൊക്കെ ചങ്ങനാശ്ശേരിയിൽ നേരത്തെ, ഞാൻ ഇപ്പൊ പേര് പറയുന്നില്ല, എനിക്ക് പേരറിയാൻ ഞാൻ പറയുന്നില്ല, പ്രിൻസിപ്പലാക്കിയതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ അതുപോലെ തന്നെ മകളെ അവരോധിച്ചത് 50% മാർക്ക് പോലും ഇല്ല മകൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് UGCയുടെ നോംസ് പോലും അട്ടിമറിച്ചുകൊണ്ടാണ് മകളെ അവിടെ തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ മരുമകന് ജോലിക്ക് വേണ്ടി തുടങ്ങിയ ഒരു ബാങ്കിലേക്ക് NSSന്റെ അക്കൗണ്ട് മാറ്റുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ പലവിധ വിഷയങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച ആരോപണങ്ങളായി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പലതവണ ബൈലോ ഭേദഗതി ചെയ്തും എങ്ങനെ നിലനിൽക്കണമെന്ന് കരയോഗങ്ങളെ വിരട്ടിയും മിണ്ടിപ്പോയാൽ പിരിച്ചുവിടുമെന്ന ഭീഷണി ഉയർത്തിയും ആരെങ്കിലും ഇപ്പൊ തന്നെ അനൂപ് ചന്ദ്രന്റെ അഭിപ്രായം പറയുന്നു. അയാൾ ഒരു ആക്ടർ കൂടിയാണ്. അനൂപ് ചന്ദ്രന്റെ അഭിപ്രായം പറയുമ്പോൾ അനൂപ് ചന്ദ്രന്റെ സഹോദരി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എനിക്കൊരു സഹോദരന്റെ ഭാര്യയാണ്, അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ അത് വീടിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവർ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് കുറേയേറെ ദൂരത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അവർ പോയി കീഴ്പ്പെടുകയും ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്താണെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ഭീഷണിയിലൂടെയും ഇത്തരത്തിലുള്ള നടപടികളിലൂടെയുമാണ് ഇത്രയും കാലം ഈ NSSനെ മെരുക്കി നിർത്തി, NSSലെ ഓരോ അംഗങ്ങളെയും മെരുക്കി നിർത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് NSSന് യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ജനറൽ സെക്രട്ടറി, ഏകാധിപത്യ പ്രവണതയോടെ പെരുമാറുന്ന ജനറൽ സെക്രട്ടറി, അദ്ദേഹം പുറത്തു പോകണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഗണേശനെ ഉപയോഗിച്ച് അതിനുള്ള മാർഗങ്ങൾ ചെയ്യരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിലേറെ പ്രശ്നക്കാരനായിരിക്കും ഈ ഗണേശൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഗണേശന്റെ മൊറാലിറ്റി, എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഗണേശനെ ചോദ്യം ചെയ്യപ്പെടാനുള്ള അനേകം കാര്യങ്ങളുള്ള ഒരാളാണ് ഗണേശൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തവുമായിട്ട് മനസ്സിലാകുന്നത് ഒരിക്കലും NSSന്റെ ഒരു മാറ്റം ഗണേശനിലൂടെ ആവരുത് എന്നുള്ളത് തന്നെയാണ്. NSSൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരിലൂടെ തന്നെ NSSൽ മാറ്റം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഈ അപ്രമാദിത്വത്തെ ഒരിക്കലും സഹിക്കാൻ ആർക്കും കഴിയില്ലാത്തൊരു അപ്രമാദിത്വമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീട് പോലെ ഈ സ്ഥലം, അതായത് NSSും മന്നസമാധിയും ഒക്കെ കൊണ്ട് നടക്കുന്നത് അതൊരിക്കലും ഭൂഷണമല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏകാധിപത്യ പ്രവണതയെ തച്ചുടയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും NSSന്റെ അല്ലെങ്കിൽ NSSനെ ശുദ്ധീകരിക്കാനുള്ള നീക്കമല്ല മുൻ മന്ത്രി കൂടിയ KB ഗണേഷ് കുമാർ നടത്തുന്നത്. അദ്ദേഹം നടത്തുന്നത് ഇപ്പോ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഗുണം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിൽ NSSനെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ട് വലതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നീക്കം, രാഷ്ട്രീയ നീക്കം, കാരണം രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ഒരു നീക്കം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ CPM-നെ കടുത്ത രീതിയിൽ ഇപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഈ ഒരു CPM-നെ വെറുപ്പിച്ച് നേരെ ചെന്നാൽ NSS അല്ല, ഗണേശിനെ NSS വിരുദ്ധ നിലപാടുമായി നിന്നാൽ UDF ഏറ്റെടുക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ട്? കാരണം NSSനും UDF വേണ്ടപ്പെട്ടതാണ്, UDF-നും NSS വേണ്ടപ്പെട്ടതാണ്. പിന്നെ മുഖ്യമന്ത്രി VD സതീശനുമായി സുകുമാരൻ നായർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരത്തെ ഇലക്ഷൻ സമയത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിയാലും സമുദായവും UDF-ഉം തമ്മിൽ വലിയ അകൽച്ചയൊന്നുമില്ല. പക്ഷേ സമുദായ നേതൃത്വം കഴിഞ്ഞ തവണയും തെരഞ്ഞെടുപ്പിന് ശേഷവും LDF-നൊപ്പം CPM-നൊപ്പം തന്നെയാണ് നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ കടുത്ത വെറുപ്പിന് ഇപ്പോൾ ഗണേഷ് കുമാർ വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത നീക്കം ഇവരറിഞ്ഞിട്ടുണ്ട്, കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ ഒരു കൈ നോക്കാൻ അടുത്ത 5 വർഷത്തിന് ശേഷം 2031 ഒരു കൈ നോക്കാനായിട്ട് KB ഗണേഷ് കുമാർ ചില പദ്ധതികൾ ഇപ്പോഴേ തുടങ്ങി വെച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിന്റെയൊക്കെ ചിറകരിയാനാണോ ഇപ്പോൾ സുകുമാരൻ നായരുടെ ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ, എന്റെ ചോദ്യം ഗണേഷ് കുമാറിനെ UDF എങ്ങനെ അത്ര പെട്ടെന്ന് വീണ്ടും തിരിച്ചെടുക്കുമോ എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കേരളത്തിന്റെ ഡെമോഗ്രഫിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷമായ ഹിന്ദു വിഭാഗം ന്യൂനപക്ഷമാകാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഒരു 5 വർഷം ആകുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരും. ആ ഡെമോഗ്രഫിയിൽ ഉണ്ടായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വ്യത്യാസം കൊണ്ട് തന്നെ ചില സംഘടിത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പെട്ടിയിൽ വരുന്നതാണ്, ഹിന്ദുക്കളുടേത് പോലെയല്ല. ഇവിടെ NSS, SNDP അങ്ങനെ പല സംഘടനകളുടേതായി ചിതറിക്കിടക്കുന്നതാണ്. മാത്രമല്ല ഇവർക്ക് ആർക്കും ഒരു ഏകീകൃത രൂപവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും NSS-നെ ചൊറിഞ്ഞതുകൊണ്ടൊന്നും ഇല്ല എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ VD സതീശൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. യാതൊരു വിലയുമില്ലാത്തൊരു സംഘടനയായി NSS മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു പക്ഷേ SNDP-ക്കും വെള്ളാപ്പള്ളി നടേശനും കിട്ടുന്ന അക്സെപ്റ്റൻസ് പോലും ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും NSS-നെ ചൊറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന ബോധം ഇവർക്കുണ്ട്. നേരെ മറിച്ച് പാണക്കാട് തങ്ങളെ ഒന്ന് ചൊറിഞ്ഞു നോക്കട്ടെ, ഒരിക്കലും കോൺഗ്രസിനുള്ളിൽ നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഈ നീക്കം എന്തായാലും ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണോ എന്ന് നമുക്ക് പിന്നെ അറിയുള്ളൂ. ഏതായാലും ഒരു രാഷ്ട്രീയ നീക്കം NSS-നെ പഴി പറഞ്ഞുകൊണ്ട് ഇപ്പോ കോൺഗ്രസിൽ എങ്ങനെയെങ്കിലും ഇടം നേടാൻ കഴിയുമോ, അല്ലെങ്കിൽ UDF-ൽ എങ്ങനെയെങ്കിലും ഇടം നേടാൻ കഴിയുമോ എന്ന നീക്കത്തിലാണ്
ഇപ്പോ ഈ ഗണേഷ് കുമാർ ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് നമുക്ക് ഒരു സാധ്യതകൾ ഉള്ളത്, അതുപോലെ ഒരു തോന്നലുകളും ഉള്ളത്. പക്ഷെ സുകുമാരൻ നായരെ വെറുപ്പിച്ചുകൊണ്ട് LDF-ൽ തുടരാനോ UDF-ൽ കയറി ചെല്ലാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഗണേഷ് കുമാർ എന്ന്. അതല്ലേ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഗണേഷ് കുമാറിന് 5 വർഷത്തേക്ക് ഒരു പണിയും ഇല്ലെന്നേ. തൽക്കാലം ഇപ്പൊ ഒരു പണിയില്ല. അമ്മ സംഘടനയിലില്ല. അവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി, അതിലില്ല. പിന്നെ അതുപോലെ എങ്ങും ഒരു പിടിപാടില്ല. ഉണ്ടായിരുന്ന MLA, പണ്ടൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരുന്നാലും MLA സ്ഥാനമെങ്കിലും ഉണ്ടാകും, അതില്ല. അപ്പൊ ഒന്നും ഒരു പണിയുമില്ല ഇപ്പൊ 5 വർഷത്തേക്ക്. അപ്പൊ അതിനിടയിൽ NSS-ൽ കയറി പറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ NSS-ന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപക്ഷെ LDF-ൽ തന്നെ നിലയുറപ്പിക്കാൻ NSS-ൽ എങ്ങനെയെങ്കിലും എല്ലാം അട്ടിമറിച്ച്, NSS-ൽ പൊതുവെ നായർ സർവീസ് സൊസൈറ്റി അംഗങ്ങൾക്ക് പൊതുവെ സുകുമാരൻ നായരോട് വെറുപ്പും വിദ്വേഷമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അണികൾക്കുമുണ്ട്. അപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകാധിപത്യ പ്രവണതയോടെ നിൽക്കുകയും പ്രതിരോധമുയർത്തി അതിന് തക്ക ഒരാൾ വരികയും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി നടന്നത്. അവിടെ ഒരു പ്രതിരോധമാകാൻ പറ്റുമെങ്കിൽ NSS-നെ തന്നെ പിടിച്ചടക്കി കൂടുതൽ LDF-ല് നേടിയെടുക്കാൻ കഴിയും. UDF-ലാണെങ്കിലും NSS-നെ പിടിച്ചടക്കിയാൽ അതൊരു നീക്കമാകും. അതൊക്കെ ആയിരിക്കും ഇപ്പൊ 5 വർഷത്തേക്ക് ഉള്ള ഒരു മാസ്റ്റർ പ്ലാൻ. 5 വർഷത്തിനുള്ളിൽ ഇനി അടുത്ത ഇലക്ഷൻ വരുന്നിടം വരെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മാസ്റ്റർ പ്ലാനിൽ ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് ഗണേശൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റില്ല. നമ്മുടെ സെൻസസ് നടപടി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതിലറിയാം ഇനി എത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, എത്ര വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടിയിലേക്ക് വീഴുമെന്നൊക്കെ സെൻസസ് വരുമ്പോൾ അറിയാം. ഗണേഷ് കുമാരൻ ചിലപ്പോൾ സെൻസസ് റിപ്പോർട്ടൊക്കെ നോക്കിയിരിക്കും. എന്തായാലും 5 കൊല്ലത്തേക്ക് ഗണേഷ് കുമാറിന് ഒരു പണിയുമില്ല എന്ന് പറഞ്ഞു നടന്നവർക്കാണ് 5 വർഷത്തേക്ക് ഇനി ഗണേഷ് കുമാറിന് പിടിപ്പത് പണിയണം. ഒന്നുകിൽ NSS-ന്റെ തലപ്പത്ത് കയറാം, അല്ലെങ്കിൽ UDF-ൽ ചെന്നങ്ങ് ചേക്കാറാം, അല്ലേ? എന്തായാലും ശ്രീരപ്പിള്ള നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക.